ഓരോ ആളുകളുടെയും മെന്റൽ പിക്ചർ, മാനസികമായ ലക്ഷണങ്ങൾക്ക് മൈഗ്രെയിനിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി, ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇറിറ്റബിൾ ആവുക, ഡിസ്റ്റർബ്ഡ് ആവുക, അമിതമായിട്ട് ടെൻഷൻ അടിക്കുക, സെൻസിറ്റീവ് നേച്ചർ, പെട്ടെന്ന് ദേഷ്യവും സങ്കടമൊക്കെ വരിക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പൊതുവെ മൈഗ്രെയിൻ ഉള്ളവരിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവറായിട്ട് ചിന്തിക്കുന്നവർ, കഴിഞ്ഞതോ നടക്കാൻ പോകുന്നതോ ആയ കാര്യത്തെപ്പറ്റി അമിതമായിട്ട് ആലോചിക്കുക. ചിലപ്പോൾ റിയാലിറ്റിയിൽ അങ്ങനത്തെ ഒരു സംഭവമോ അതിന്റെ പോസിബിലിറ്റിയോ ഉണ്ടാവില്ല. ആങ്സൈറ്റി, പേടി, ഓവറായിട്ട് റിയാക്ട് ചെയ്യുക, ഇത്തരം പ്രശ്നങ്ങളും ആളുകളിൽ കാണാറുണ്ട്. ഈ കാര്യങ്ങൾ കൊണ്ട് അവരുടെ സ്ട്രെസ് ലെവൽ വർദ്ധിക്കാം, ഡൈജഷൻ, ഉറക്കം, അങ്ങനെ നോർമൽ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിനെ ബാധിക്കാം. ഇതൊക്കെ തന്നെ മൈഗ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ വന്നതിന് ശേഷമായിരിക്കും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നത്. ചില ആളുകളുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ മെന്റൽ ട്രോമ, അതായത് മൈൻഡിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷമായിരിക്കും മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായി കണ്ടുവരുന്നത്. തലവേദന മാത്രം കണക്കിലെടുത്ത് പെയിൻ കില്ലറോ മെഡിസിൻസോ കഴിച്ചത് കൊണ്ട് മാത്രം മൈഗ്രെയിൻ പരിഹരിക്കാൻ കഴിയില്ല. തലവേദനയോടൊപ്പം ഈ ഒരു മെന്റൽ ആസ്പെക്ട് കൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സ, ചിലപ്പോൾ മെഡിസിൻസിനോടൊപ്പം കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, മെന്റൽ കെയർ, ഇതൊക്കെ അവർക്ക് ആവശ്യമായി വരുന്നുണ്ടാവാം. ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ് മൈഗ്രെയിനിൽ ആവശ്യമെന്ന് മനസ്സിലാക്കുക.